ഹലോ. രാവിലെ തന്നെ ചെറിയൊരു റൈഡ് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ഇവിടെ അടുത്ത് മന്ദാരഗിരി ഹിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞു. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങാനായിരുന്നു പ്ലാൻ. എന്തായാലും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം പെട്രോൾ അടിച്ചിട്ട് പോയേക്കാം ഇവിടുന്ന്. ഇവിടെ അടുത്ത് എവിടെയും ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. അവിടുന്ന് നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം. പറ്റുവാണെങ്കിൽ ഇവിടുന്ന് എയർ മേടിക്കണം. സാധാരണ എപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങി ഇതുപോലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എയർ അടിക്കാനുള്ള സ്ഥലത്ത് മാത്രം ആൾക്കാരുണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഓപ്പൺ ആക്കിയിട്ടില്ല ഉണ്ടാവില്ല. പെട്രോൾ അടിച്ചു കഴിഞ്ഞു, ഫുൾ ടാങ്ക് ഉണ്ട്. ഇനിയിപ്പോൾ എയറും കൂടെ അടിച്ചിട്ട് പോയേക്കാം. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. വഴി എനിക്കറിയില്ല. സോ നമുക്ക് മാപ്പ് ഇട്ട് പോയേക്കാം. മന്ദാരഗിരി ഹിൽസ്. ഓക്കെ, 58 മിനിറ്റ് വിടുന്നതെ. ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് ഒരുപാട് ബൈക്കേഴ്സൊക്കെ പോകുന്ന ഒരു റൂട്ടാണിത്, ഹാസൻ ഹൈവേ. നമ്മൾ ചിക്ക്മാംഗ്ലൂർ പിന്നെ ഉടുപ്പി സൈഡിലേക്കൊക്കെ പോകുന്നത് ആക്ച്വലി ഈ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സൂപ്പർ ബൈക്സും ആൾക്കാരും ഒക്കെ സ്ഥിര വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഈ വഴി വരാറുണ്ട്. കഴിഞ്ഞതാണ് ഇതിലെയാണ് മറ്റേ DD ഹിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയത്. അപ്പോഴിതുപോലെ തന്നെ രാവിലെ ഇറങ്ങുവാണെങ്കിൽ ഒരുപാട് റൈഡേഴ്സ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല പോകുമ്പോഴത്തേക്കും. നമുക്ക് ആക്ച്വലി ആ മെയിൻ ഹൈവേ വഴി ആയിരുന്നു കയറേണ്ടതെന്നാണ് തോന്നുന്നത്. ഈ മേളിൽ കൂടെ പോകുന്ന ഈ വഴിയില്ലേ, ഇതായിരുന്നു തോന്നുന്നത്. ഇങ്ങനെ മാപ്പ് എന്താ താഴെ കൂടെ കാണിച്ചതെന്ന് എനിക്കറിയില്ല. ഇനി വേറെ വഴിയാണെന്നും അറിയില്ല. കാരണം ഈ ഹൈവേ കയറി കഴിഞ്ഞാൽ കുറച്ച് കഴിയാതെ നമുക്ക് സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ബാക്കി ഫുള്ള് ഹൈവേ തന്നെ ആയിരിക്കും. സോ ഓക്കെ, ആക്ച്വലി ഇവിടുന്ന് എങ്ങനെ ആ വഴിയിലേക്ക് കയറുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അത് കുറച്ചും നല്ല വഴിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മിററിലേക്ക് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. കാരണം ക്യാമറ റെക്കോർഡ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. ഒരു തവണ ഇതുപോലെ പോയിട്ട് ഞാൻ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയി, ക്യാമറ ഫുള്ള് റെക്കോർഡിങ്ങിലാണെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പകുതി ഫുട്ടേജ് ഇല്ലായിരുന്നു. ഇടയ്ക്ക് ക്ലിക്ക് ചെയ്തിട്ട് റെക്കോർഡ് ആയില്ല. ഞാൻ ആക്ച്വലി ക്ലിക്ക് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ക്ലിക്കായില്ല. സോ ആ ഫുട്ടേജിൻ്റെ ഇത് പോയി. അതിൽ പിന്നെ എവിടെ പോയാലും ഒരു 1 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും ഇടയ്ക്ക് ക്യാമറയിലേക്കല്ലല്ലോ മിററിലേക്ക് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഓക്കെ, കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ NH കയറാനുള്ളൊരു ഓപ്പണിങ് കാണിക്കുന്നുണ്ട് മാപ്പിൽ. ആക്ച്വലി സർവീസ് റോഡിൽ കൂടെ ഞാനിതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സർവീസ് റോഡിലൂടെ. 51 മിനിറ്റ്, ഇപ്പം 7:45. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു 8:30 അല്ലേ. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇവിടെ ഒരു 6 മണിക്കെങ്കിലും ഇറങ്ങിയിട്ട് 1 മണിക്കൂർ കൊണ്ട്, അതായത് 7 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ കയറാനായിട്ടാണ് പ്ലാൻ. പക്ഷേ എനിക്കിപ്പോൾ താമസിച്ച് പോയതുകൊണ്ട് ആ പ്ലാൻ നടക്കില്ല ഇനി. പിന്നെ എനിക്കറിയില്ല, ഞാൻ ഗൂഗിളിലെ റിവ്യൂസൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ചെല്ലുമ്പോഴത്തേക്കും നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പോയായിരുന്നു. അപ്പോൾ ആൾ പോയത് നട്ടുച്ചയ്ക്കാണ്, അതായത് ഒരു 12 മണി 1 മണി സമയത്താണ് പോയത്. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ തിരക്കിൻ്റെ കാര്യം എനിക്കറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. രാവിലെ അത്യാവശ്യം നല്ല വ്യൂ ആണെന്ന് പറഞ്ഞത്. ഈ സൺലൈറ്റൊക്കെ അടിച്ചിട്ട്
നല്ല ടോപ്പ് വ്യൂ ഒക്കെ അടിപൊളിയാണെന്നാണ് കേട്ടത്. ഓക്കെ, ഇത് ആ കാണുന്നതാണ് അങ്ങോട്ടുള്ള എക്സിറ്റുകളൊക്കെ. മാംഗ്ലൂർ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുന്നത്. പൂനെ, തുംകൂറൊക്കെ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ചിക്ക്മാംഗ്ലൂർ പോകുന്നത് ഏകദേശം ലെഫ്റ്റ് എടുത്തിട്ട് അവിടുന്ന് ലെഫ്റ്റേക്ക് ഒരു ഹൈവേ ഉണ്ട്, ഹാസൻ ഹൈവേ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് എല്ലാവരും. അതെ, ഇതൊക്കെ അതിൻ്റെ സ്ക്രോൾ റോഡാണ്. ഒരു ചായ കുടിച്ചിട്ട് പോകണമെന്നുണ്ട്, പക്ഷേ ഇവിടെ നല്ല ചായക്കടയൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ചായ ഇല്ലേ? അത് എനിക്ക് തോന്നുന്നത് മറ്റേ ഫുഡ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അവിടെ ഒരു ഡൈവേർഷൻ വരുന്നുണ്ട്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഈ വഴി ഫുള്ള് ഒരു ഹൈവേ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പരിപാടി. അതെ, അവിടെ ഹൈവേയുടെ ബാക്കി പണിയുന്നുണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ ലെഫ്റ്റിലൂടെ പോകണം. ഒരു 31 മിനിറ്റ്സ് ഒക്കെ കൂടെ ഉള്ളൂ ഇനി പോകാനായിട്ട്. ഹൈവേന്ന് ഇറങ്ങിക്കഴിഞ്ഞൊരു റൈറ്റിലേക്കൊരു 10-15 മിനിറ്റ് ഉണ്ടാകത്തുള്ളൂ നമ്മൾ ഈ പോകുന്ന സ്ഥലത്തേക്ക്. സോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഡൈവേർഷൻ വരും, കാരണം ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട്. ആ മലയൊക്കെ ആക്ച്വലി അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നത് ആക്ച്വലി അങ്ങനെ കയറാൻ പറ്റിയൊരു സ്ഥലമല്ലാന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ മാപ്പിൽ എവിടെയെങ്കിലും കണ്ടേനെ അത്. അവിടെ വലിയൊരു മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതല്ലാന്ന് തോന്നുന്നു നമുക്ക് പോകാനുള്ള സ്ഥലം. ആക്ച്വലി ഒരു ചെറിയൊരു കുന്നിൻ്റെ പ്രദേശമാണ്. കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി നടക്കാനുണ്ട്. ഞാനങ്ങനെ ഫോട്ടോയിലൊക്കെ കണ്ടത്. എത്രത്തോളം മുകളിലാണെന്നൊന്നും അറിയില്ല. നമുക്കിപ്പം ഇവിടുന്ന് റൈറ്റ് എടുക്കണം. ഏതോ ടണലിൻ്റെ അകത്തോഴിയാണ് പോകുന്നെന്ന് തോന്നുന്നു. റെയിൽവേ ക്രോസ് ആണല്ലേ ഇത്? അതെ, തെലുഗല്ലേ? ഓക്കെ, ഇവിടെ ഒരു മയിലിൻ്റെ ഇതുണ്ടായിരുന്നു. പാസ് എടുക്കണം, ആൾക്കാർ പിടിച്ചു നിർത്തുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ കാണുന്നതാണ് സ്ഥലം. എല്ലായിടത്തും പൈസ ചോദിക്കാനുള്ളത് ദൈവമേ. സ്കാനർ ഇതിയാണോ? വണ്ടി ഇവിടെ വെക്കാം അല്ലേ? ഫാമിലിയുടെ കൂടെ തന്നെ വെച്ചേക്കാം. ഓക്കെ, ഇത് ആ കാണുന്നതാണ് ഒരു വ്യൂ പോയിൻ്റ്. പിന്നെ അവിടെ മുകളിൽ സ്റ്റെപ്പിൽ കയറേണ്ടി വരും മുകളിലേക്ക്. ഓക്കെ, ഇവിടെ സ്ലിപ്പർ അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്ക് ഷൂ ഊരിയിട്ടിട്ട് നടന്ന് കയറാം. ഇല്ലല്ല, ഓക്കെ ഓക്കെ ഓക്കെ. ഇത് സെയിം അല്ലേ? ഇല്ലല്ല, ഓക്കെ. അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞു ക്യാമറ അലൗഡ് അല്ല, മൊബൈലിൽ ഫോട്ടോ എടുത്തോളം പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് ക്യാമറയിൽ തന്നെ ഫോട്ടോ എടുക്കാം. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും എൻട്രി ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പാർക്കിങ്ങിൻ്റെ അവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്, ചെരുപ്പ് വെക്കാൻ വേറെ ഫീസ്, ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേറെ ഫീസ്. ടെക്നിക്കലി ഇതൊരു അമ്പലമാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇതൊരു വ്യൂ പോയിൻ്റാണ്. ആ കാണുന്ന സ്ഥലത്തേക്ക് പോകണം, ആ മയിലിൻ്റെ ഇതുള്ള ഇങ്ങോട്ട്. ആക്ച്വലി നല്ലൊരു പീസ്ഫുൾ സ്ഥലമാണ്. കിളികളൊക്കെ സൗണ്ട് കേൾക്കാമെന്ന് തോന്നുന്നു. വിചാരിച്ചത്ര തിരക്കൊന്നുമില്ല കേട്ടോ, ഇവിടെ ഭയങ്കര തിരക്ക് കുറവുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, ആ കാണുന്നതാണ് അടുത്ത വ്യൂ പോയിൻ്റ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. ഇതെനിക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. എൻ്റെ അകത്ത് നോക്കാനായിട്ട് ആരുമില്ല, സോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഏതോ 2 കിളികളകത്തേ കൂടെ പറന്ന് കിടക്കുന്നുണ്ട്.
ആ കാണുന്നതാണ് നമുക്ക് കയറാനുള്ള സ്ഥലം. ഈശ്വര, ഇത് ഒരുപാടുണ്ടല്ലോ. ആക്ച്വലി വണ്ടി ഇവിടം വരെ വരുമായിരുന്നു. വണ്ടി ഇവിടെ വരെ വെച്ചിട്ട് നടന്നു പോയിരുന്നു. ഞാൻ അവിടെ നിന്ന് നടന്നു വന്നു, കുഴപ്പമില്ല. ഇനി ഇത് പയ്യെ നടന്ന് കയറാം. ഇപ്പോൾ പകുതി കയറിയതേ ഉള്ളൂ. ഇത് പറയണ്ട കേട്ടോ. ആ കാണുന്നതാണ് നമ്മളവിടെ ആദ്യം കയറിയ സ്ഥലം. ഉള്ള വ്യൂ കൊള്ളാം, നല്ല അടിപൊളി വ്യൂ. മേളിലേക്ക് കുറച്ചും കൂടെ ഉണ്ട്. നമ്മളിതിൻ്റെ മേളിൽ വന്നിരിക്കുന്നു. നല്ല അടിപൊളി ട്രക്കായിരുന്നു. ഈ താഴെ ഒരു 10 രൂപ കൂടെ എടുക്കണം ഈ ഒരു വ്യൂ കാണാനായിട്ട്. ഇവിടുന്ന് മേളിൽ നിന്നുള്ള വ്യൂ അടിപൊളി കേട്ടോ. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഹയസ്റ്റ് അട്രാക്ഷൻ. നല്ല വെയിലും ഉണ്ട് ഇവിടെ. ഈ ഒരു കാഴ്ചയൊക്കെ കൊള്ളാം. കാണുമ്പോൾ ഒറിജിനൽ ആൾക്കാർ ഇരിക്കുന്ന പോലെ തോന്നും, പക്ഷേ ഒറിജിനൽ ആൾക്കാരല്ല. അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്ന് ഈ സെയിം വ്യൂ തന്നെ കാണാനാണ്. ഇതിൻ്റെ നമുക്ക് അകത്തേക്ക് കയറാനും പറ്റും. ഇവിടെ ഒരു വേറൊരു എൻട്രി ഉണ്ട്. മൊബൈലിൽ കുറച്ച് ഫോട്ടോസും കൂടി എടുക്കണം. സൺഡേ രാവിലെ എണീറ്റ് ട്രിപ്പിന് വന്നപ്പോഴത്തേക്കൊരു തീർത്ഥാടനം പോലെയായി. ഇപ്പോൾ ഹായ്, എത്ര നേരമായിട്ട് ഇതായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ബൈക്ക് ആക്ച്വലി നമുക്ക് അവിടെ വരെ കൊണ്ടുപോകുമായിരുന്നു. ഇതൊന്നും അറിയാതെ ഞാൻ ബൈക്ക് താഴെ വെച്ചിട്ട് ഫുള്ള് നടന്നു വന്നു, ആ സ്റ്റെപ്പ് മൊത്തം കയറിയിട്ട്. പക്ഷെ കുഴപ്പമില്ല, രാവിലെ ഒരു എക്സസൈസ് ആയെന്ന് പറയാമല്ലോ. താഴെ ഒരു ലേക്ക് ഉണ്ട്, ആ കാണുന്ന ലേക്ക്. അതിൻ്റെ താഴെ സൈഡിലൊരു വഴിയും ഉണ്ട്. ബൈക്ക് ഇവിടെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടം വരെ പോയി നോക്കാമെന്ന് തോന്നുന്നു. കാരണം അങ്ങോട്ടേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ ആ മേളിലെ വ്യൂ കണ്ടു. ഇപ്പോൾ താഴേക്ക് ഇറങ്ങണം. ആക്ച്വലി ആ ബൈക്ക് കയറി വന്നത് ആ സൈഡിൽ കൂടെ ഞാൻ കണ്ടാണ്. അറിഞ്ഞില്ല, ആരും പറഞ്ഞുമില്ല. കുഴപ്പമില്ല, ഇപ്പോൾ താഴെ ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ബൈക്ക് എടുത്ത് ഒന്നോടെ മുകളിലേക്ക് വരാം. ആ വ്യൂ എന്താണെന്ന് പോയി കാണണമല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഇനി കുറച്ച് നടന്ന് കയറിയ സ്റ്റെപ്പ് ബൈക്ക് എങ്ങനെ കയറ്റാൻ നോക്കാം അതിൻ്റെ സൈഡിൽ വഴി. ഇതാണ് അവർ പോയ വഴി. പക്ഷെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വഴി ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ അവിടുന്ന് സ്റ്റെപ്പ് കയറി വന്നത്. ഓ നൈസ്. ആ വ്യൂ കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി വ്യൂ. ഓക്കെ, ഞാൻ റീൽസിലൊക്കെ കണ്ടത് ഈ ഒരു വ്യൂ ആണ്, ലേക്കിൻ്റെ സൈഡിലേക്ക് പോകാനായിട്ട് അതുവഴി വരുന്ന വ്യൂ. നമുക്ക് പയ്യെ മുകളിലേക്ക് കയറി നോക്കാം. നല്ല സ്റ്റീപ്പ് ക്ലൈംബാണിത്, കൊള്ളാം. ഓക്കെ, സോ ഇതാണ് ആ വ്യൂ. നമ്മൾ കണ്ട സ്ഥിതിക്ക് തിരിച്ചു പോയേക്കാം അല്ലേ. പോകുന്ന വ്യൂ എന്തായാലും കൊള്ളാം, നല്ല വ്യൂ ആണ്. ഓക്കെ, ഞാനോർത്ത് ഇവിടെ വന്നിട്ട് നമ്മൾ ആ താഴെ ലേക്കിൻ്റെ ആ ഭാഗം നടന്നു പോയി കാണണമെന്ന്. പക്ഷേ ആക്ച്വലി അതിലേക്ക് കയറിയും വരാം, വന്നവർക്ക് ഇവിടുന്ന് തിരിച്ചിറങ്ങിയും പോവാം. ഈ വഴി ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ആ ലേക്കിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പോലത്തെ ഒരു വ്യൂ ആണ്. ലേക്ക് മേളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓക്കെ, അതില്ലേ ബൈക്കൊക്കെ ഓടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ നല്ല രസമുണ്ട്. നല്ല അടിപൊളി വെയിലാണ് ഇവിടെ, അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് തിരിച്ചു പോയേക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അവിടുത്തെ ആ ബുദ്ധൻ്റെ പ്രതിമ സ്റ്റാച്ചു അത് കണ്ടു, പിന്നെ ആ മയിലിൻ്റെ രൂപത്തിലുള്ള അതും കണ്ടു.
ഇവിടെ ലയിക്കും. ഇതാണ് ഇവിടുത്തെ മെയിൻ 3 വ്യൂ പോയിൻറ്റ്സ്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ആ പാറയുടെ മുകളിൽ കയറി നിൽക്കുവാണെങ്കിൽ ഈ താഴേക്കുള്ളൊരു വൈഡ് വ്യൂവും കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.